വാർത്തകളിലേക്ക്. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് എന്നിവർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശം. രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും മാണിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും പരാമർശമുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മാണി UDF വിടാൻ തീരുമാനിച്ചത്. വിവരങ്ങളുമായി സലീം മുഹമ്മദ് ചേരുന്നു. സലി, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു കമ്മിറ്റി നിയോഗിച്ചത്. കാരണം ഈ ബാർക്കോഴ ആരോപണത്തിന് പിന്നിൽ UDFിനുള്ളിലും പുറത്തുമായി നടന്ന ഗൂഢാലോചനയുണ്ട് എന്നായിരുന്നു കേരള കോൺഗ്രസിന്റെ ആരോപണം. ഇത് അന്വേഷിക്കുകയായിരുന്നു ഉപസമിതിയുടെ ലക്ഷ്യം. CS തോമസ് അധ്യക്ഷനും ആന്റണി രാജു, ജോയി എബ്രഹാം, ഫ്രാൻസിസ് ജോർജ് എന്നിവരടങ്ങുന്ന ഒരു ഉപസമിതിയാണ് ഇതിനെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് പാർട്ടി നേതൃത്വം സമർപ്പിച്ചത്. പക്ഷെ ഇതുവരെ ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പാർട്ടി പുറത്തുവിട്ടിരുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് UDF ഇടാൻ കേരള കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തത്. ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ മാണിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്കും അടൂർ പ്രകാശിനും ഉമ്മൻചാണ്ടിക്കും ഈ ഗൂഢാലോചനയെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിനെതിരെ കടുത്ത ആരോപണങ്ങളുണ്ട്. രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പ് നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ എന്നാണ് റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരമൊരു ഗൂഢാലോചനയ്ക്ക് കാരണം KM മാണിയെ ഒപ്പം നിർത്തുക എന്ന രമേശ് ചെന്നിത്തലയുടെ ഗൂഢലക്ഷ്യമായിരുന്നു. ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് വെടക്കാക്കി തനിക്കാക്കുക എന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം. അതായത് KM മാണിയെ ഒപ്പം നിർത്താൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള UDFിനും കോൺഗ്രസിനും ഉള്ളിലും നടക്കുന്ന മത്സരത്തിൽ KM മാണിയെ ഒപ്പം നിർത്താൻ ഒരു ആയുധമാക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ഈ വിഷയം എന്നാണ് പറയുന്നത്. മാത്രമല്ല, PC ജോർജ്, ജോസഫ് വാഴക്കൻ, ജേക്കബ് തോമസ്, R ബാലകൃഷ്ണപിള്ള, സുകേഷൻ, ബാറുടമ ബിജു രമേശ് തുടങ്ങി നിരവധി പേരുടെ പേരുകൾ ഈ റിപ്പോർട്ടിൽ പല സ്ഥലങ്ങളിലായി പരാമർശിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെയും പരാമർശങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ഈ ഗൂഢാലോചനയെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ പിന്നീട് ഉമ്മൻചാണ്ടി ഈ വിഷയത്തിൽ നിലപാട് തിരുത്തി. കാരണം പിന്നീടാണ് രമേശ് ചെന്നിത്തലയുടെ ഇക്കാര്യത്തിലുള്ള ഗൂഢലക്ഷ്യം ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞത്. തുടക്കത്തിൽ KM മാണിയെ ഒതുക്കുക എന്ന ലക്ഷ്യത്തിൽ ആ ഗൂഢാലോചന അറിഞ്ഞിട്ടും ഉമ്മൻചാണ്ടി പ്രതികരിക്കാനോ നടപടി സ്വീകരിക്കാനോ അതിനെ എതിർക്കാനോ തയ്യാറായില്ല. പക്ഷെ പിന്നീട് രമേശ് ചെന്നിത്തലയുടെ യഥാർത്ഥ ലക്ഷ്യം പുറത്തു വന്നപ്പോൾ മാത്രമാണ് ഉമ്മൻചാണ്ടി ഇതിനെക്കുറിച്ച് ഈ അനുകൂലമായ നിലപാടിൽ നിന്ന് മാറിയത് എന്ന് പറയുന്നു. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകളാണ് ഇതെല്ലാം. തുടങ്ങി ഗുരുതര വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി പദമായിരുന്നു ചെന്നിത്തലയുടെ ലക്ഷ്യം എന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട്. ഏതായാലും മാത്രമല്ല, ഈ റിപ്പോർട്ട് ഏതാണ്ട് 1.5 വർഷത്തിന് മുകളിലായി കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്റെ കൈവശം ലഭിച്ചത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ റിപ്പോർട്ടിന്മേൽ ഇവർ ചർച്ച നടത്തി വരികയായിരുന്നു. ഒടുവിലാണ് ചരൽക്കുന്നിൽ നടന്ന ക്യാമ്പിൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായി നേതൃതലത്തിൽ വെക്കുകയും ചർച്ച ചെയ്യുകയും ഈ റിപ്പോർട്ടിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF വിടാൻ കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത്. സലീം, ഉപസമിതിയുടെ അന്വേഷണത്തിന് ശേഷം മാണി ഈ റിപ്പോർട്ട് പുറത്തു വിടില്ല എന്ന് പറയുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് UDF വിട്ട സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ അതിന് പിന്നിൽ കേരള കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു മെമ്പർ, ഇല്ലെങ്കിൽ റിപ്പോർട്ട് വിട്ടിരിക്കുന്നത് തീർച്ചയായും കേരള കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് തന്നെ, ഇത്തരത്തിൽ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ന് തന്നെ കരുതണ്ടേ? തന്നെ അങ്ങനെ വേണം അനുമാനിക്കാൻ. പക്ഷേ ഈ റിപ്പോർട്ടിനെ കുറിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കേരള കോൺഗ്രസ് നേതാക്കളും KM മാണി ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് നേരിട്ട് സംസാരിച്ചു. പക്ഷെ ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് പുറത്തുവിടില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സാധ്യതയെക്കുറിച്ച് സംസാരിച്ചത്. പക്ഷേ UDF ഇട്ട രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തങ്ങൾ ആഭ്യന്തരമായി നടത്തിയ ഒരു അന്വേഷണവും അതിന്റെ റിപ്പോർട്ടും പുറത്തുവിടുന്ന വിഷയമില്ല എന്ന് തന്നെയായിരുന്നു പ്രധാന കേരള കോൺഗ്രസ് നേതാക്കളുടെ എല്ലാ നിലപാട്. ഈ റിപ്പോർട്ടിൽ തയ്യാറാക്കിയ പ്രധാന നേതാക്കൾ CS തോമസ്, ആന്റണി രാജു, ജോയി എബ്രഹാം, ഫ്രാൻസിസ് ജോർജും ചേർന്നാണ്. ഇതിൽ ചില ആളുകളെ നമ്മൾ നേരിട്ട് സമീപിക്കുക വരെ ചെയ്തതാണ്. പക്ഷെ ഒരു തരത്തിലും പാർട്ടി തീരുമാനമാണ് അത് പുറത്തു വിടണ്ട എന്നുള്ളത് എന്നാണ് അവരുടെ നിലപാട്. അതിനിടയിൽ ആന്റണി രാജു പാർട്ടി വിടുകയൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹം ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കാരണം ചില കോൺഗ്രസ് നേതാക്കൾ ഈ റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. അത് കേരള കോൺഗ്രസ് മുന്നണി വിട്ടതിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ തുടർന്നാണ്. അതായത് കേരള കോൺഗ്രസ് UDF വിട്ട സാഹചര്യത്തിൽ അതിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേരള കോൺഗ്രസ് തന്നെ പുറത്തുവിട്ടതെന്നാണ്
കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. പക്ഷേ കേരള കോൺഗ്രസ് നേതൃത്വം നിഷേധിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ റിപ്പോർട്ട് പുറത്തുനിന്ന് വന്നതോടുകൂടി ഏതെങ്കിലും തരത്തിൽ UDF-ലേക്ക് ഒരു മടക്കം കെ എം മാണിക്ക് സാധ്യമല്ലാതായിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയ്ക്ക് കെ എം മാണിക്ക് ഇനി തയ്യാറാവാനാവില്ല. അത്രമേൽ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി സോണിയാഗാന്ധിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി പോലും പരിഗണിക്കപ്പെട്ടില്ല എന്നൊരു പരാതി, ഒരു പ്രശ്ന കേരള കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് വളരെ വസ്തുതാപരമാണ് എന്ന അവകാശവാദത്തോടു കൂടിയാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് സോണിയാഗാന്ധിക്ക് യൂത്ത് ഫ്രണ്ടിന്റെ പേരിൽ കെ എം മാണിയുടെ അനുമതിയോടുകൂടി തന്നെ ഒരു കത്തായി പരാതിയായി നൽകിയത്. പക്ഷേ സോണിയാഗാന്ധി ഇത് പരിഗണിച്ചില്ല എന്ന് പരാതിയുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ പാർട്ടി വിട്ടത്. ഏതായാലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുറത്തു വന്നതിന് പിന്നിൽ കേരള കോൺഗ്രസ് ആണ് എന്ന അനുമാനം തന്നെയാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർക്കുള്ളത്. ഈ വാർത്തയോട് ഇല്ലെങ്കിൽ ഉപസമിതിയുടെ അന്വേഷണത്തിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആന്റണി രാജുവിനെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് വാർത്ത നിഷേധിക്കുകയായിരുന്നു. വാർത്ത നിഷേധിക്കുകയും കൂടാതെ ഈ വാർത്തയോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയായിരുന്നു. സാലി തുടരുക. ഇപ്പോൾ KC ജോസഫ് ടെലിഫോൺ ആന്റണി രാജു മാത്രമല്ല, കൂടെ KC ജോസഫ് കൂടി വാർത്തയോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സാലി, എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? തീർച്ചയായും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേരള കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. പക്ഷേ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. കാരണം ചില നേതാക്കൾക്കെങ്കിലും UDF-ലേക്കുള്ള ഒരു മടക്കത്തിന്റെ സാധ്യത തുറന്നു കിടക്കുന്നു എന്നൊരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ടുകൂടി ഇതൊരു ചർച്ചയാക്കി പ്രശ്നമാക്കണ്ട എന്ന നിലപാടാണ് ചില കേരള കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലും ഉള്ളത് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതികരണം ആരാഞ്ഞ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേരള കോൺഗ്രസ് നേതൃത്വവും കെ എം മാണിയും അറിഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ബോധപൂർവ്വം പുറത്തുവിട്ടതാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. UDF-നെയും കോൺഗ്രസ് നേതൃത്വത്തെയും വ്യക്തിപരമായി താറടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണിത്. കാരണം ഒട്ടേറെ വ്യക്തിപരമായ പരാമർശങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. ചെന്നിത്തലയും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചനയിൽ പങ്കാളികളായി. അതിന് പിന്നിൽ വളരെ കൃത്യമായി മുഖ്യമന്ത്രി പദം എന്ന ചെന്നിത്തലയുടെ ലക്ഷ്യമാണ് കാരണം എന്ന് പറയുന്നു. മാണിയെ വെടക്കാക്കി തനിക്കാക്കിയായിരുന്നു ചെന്നിത്തലയുടെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടിലെ ഗുരുതരമായ ഒരു ആരോപണം. അത് വ്യക്തിപരമായി ചെന്നിത്തലയ്ക്കും ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം കൈകാര്യം ചെയ്യുന്ന ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായി ഗുരുതരമായ ഒരു ആരോപണമാണിത്. മാത്രമല്ല, ഉമ്മൻചാണ്ടി തുടക്കത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആരോപണം കൂടിയാണ്. പിന്നീട് ചില പേരുകൾ ഇതിൽ പരാമർശിക്കപ്പെടുന്നത് PC ജോർജും ജോസഫ് വാഴയ്ക്കനും ജേക്കബ് തോമസുമാണ് ഈ ഗൂഢാലോചനയിൽ പ്രധാന പങ്കാളിത്തം വഹിച്ച 3 പേർ. പിന്നീട് R ബാലകൃഷ്ണപിള്ളയും വിജിലൻസ് ഉദ്യോഗസ്ഥനായ സുകേഷനും ബാറുടമയായ ബിജു രമേശും ഈ ഗൂഢാലോചനയിൽ പിന്നീട് പങ്കാളികളാവുകയും ചെയ്തു. അങ്ങനെയാണ് ബിജു രമേശിന്റെ പരാതി ഉയർന്നു വരുന്നതും സുകേശൻ ഇതിനെ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് കെ എം മാണിക്കെതിരായ തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതും. അതിനു പിന്നിൽ R ബാലകൃഷ്ണപിള്ളയുടെ ഇടപെടലുണ്ട് എന്നും പറയുന്നു. പക്ഷേ ഇതിന്റെ രാഷ്ട്രീയം അങ്ങനെയല്ല. ഇപ്പോഴും UDF-ൽ നിലനിൽക്കുകയും UDF-ന്റെ ഏറ്റവും പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ നേതൃസ്ഥാനം വഹിക്കുകയും പ്രതിപക്ഷ നേതാവായി ഇരിക്കുകയും ചെയ്യുന്ന രമേശ് ചെന്നിത്തലയ്ക്കെതിരെ UDF-ലെ പ്രധാന ഘടകകക്ഷിയായിരുന്ന ഈ അടുത്ത ദിവസം വരെ പ്രധാന ഘടകകക്ഷിയായിരുന്ന ഒരു പാർട്ടി ലീഡർഷിപ്പ് വളരെ ഗുരുതരമായ വ്യക്തിപരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. അതിന്റെ നിജസ്ഥിതി, ഈ റിപ്പോർട്ടിന്റെ വസ്തുതാപരമായ വിവരങ്ങൾ ഇനി പുറത്തുവിടേണ്ടത് കേരള കോൺഗ്രസ് ആണ്. ഏതായാലും റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വസ്തുതാപരമാണ്, ഈ റിപ്പോർട്ടിൽ ഉള്ളത് തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. സാലി തുടരുക. ഇപ്പോൾ ജേക്കബ് ജോർജ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ബാർക്കോഴയിൽ കേരള കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ്, രൂക്ഷമായ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് ഇത്തരത്തിൽ വിമർശനം വന്നിരിക്കുന്നത്. അവരാണ് ഒരുപക്ഷെ മാണി UDF വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് പോലും പറയപ്പെടുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? ഇത് പുറത്തു വരാനുണ്ടായ സാഹചര്യം കേരള കോൺഗ്രസ് പുറത്തായതാണോ, ഇല്ലെങ്കിൽ അവർ UDF-ൽ നിന്ന് വിട്ടുനിന്നതാണോ? താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? യഥാർത്ഥത്തില് ഈ റിപ്പോർട്ട് ശരിയായ റിപ്പോർട്ട് തന്നെയാണോ? അതായത് കേരള കോൺഗ്രസ്
ബാർക്കോഴ വിവാദം കെ മാണിക്ക് നേരെ ഉയർന്നതിന് ശേഷം അത് 2015 ഒക്ടോബർ അവസാനമാണ് അത് ഉയർന്നത്. അതിനുശേഷമാണ് കേരള കോൺഗ്രസ് നേതൃയോഗം ചേർന്നിട്ട് ഫ്രാൻസിസ് ജോർജിനെയും ആന്റണി രാജുവിനെയും ഒക്കെ കൂടി ഒരു CF തോമസിനെയും ഒക്കെ കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി, കമ്മിറ്റി നിയോഗിച്ചു. അങ്ങനെ ആ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് സംശയമുള്ളത്, ഈ റിപ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ തീയതി എന്നാണ്? വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നേ ഉള്ളൂ. ഇത്തരത്തിലൊരു അതെ അതെ എനിക്ക് തോന്നുന്നു ഈ ശരിക്കും അന്നത്തെ യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് ജോർജും ഒക്കെ കൂടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് ഇടതുപക്ഷത്തോട് ചേർന്ന് KM മാണി കയറാൻ ശ്രമിക്കുന്നു. അത് ഉമ്മൻചാണ്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയാണ് ഇതിന് ഇങ്ങനൊരു ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ള മട്ടിലാണ് യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിലെ ചിഹ്നത്തിലേക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ എന്തോ ഒരു പാളിച്ചയുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് ജോർജും CF തോമസും ആന്റണി രാജുവും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണോ? അതാണ് അതിനുശേഷമാണ് മണി പറഞ്ഞത് റിപ്പോർട്ട് എന്റെ കൈവശമുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് കേരള കോൺഗ്രസിന് നേരെ ശക്തമായ ഗൂഢാലോചന നടന്നിരിക്കുന്നു. ഇതിനകത്ത് കിങ് പിൻ ആരാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് KM മണി പറഞ്ഞിരുന്നത് അന്ന്. ഇന്നിപ്പോൾ അതേ റിപ്പോർട്ട് തന്നെയാണോ ഇത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും ഈ ചർച്ചകൾ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് നേതാക്കൾ ഇതേക്കുറിച്ച് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് നേതാക്കന്മാർ പറയുന്നത് എന്നും നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ആളുകൾ ഇല്ലെങ്കിൽ ഈ അന്വേഷണ ഉപസമിതിയിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെങ്കിൽ എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിൽ UDF നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്കെതിരെ, കോൺഗ്രസ് ഉന്നത നേതാക്കൾക്കെതിരെയാണ് ആരോപണം കൂടുതലായും വന്നിരിക്കുന്നത്. അല്ല, ഉപസമിതിയിലുള്ളവർ CF തോമസ്, ഫ്രാൻസിസ് ജോർജ്, PC ജോർജ് അതിനകത്തില്ലായിരുന്നു, ആന്റണി രാജു എന്നിവരാണ് പ്രധാനമായിട്ടും. ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാർച്ച് ആദ്യം തന്നെ കേരള കോൺഗ്രസ് വിട്ടു. അവർ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി. അപ്പം ഞാൻ ചോദിച്ചത്, ഈ റിപ്പോർട്ടിൽ തീയതി വെച്ചിട്ടുണ്ടോ? ഫ്രാൻസിസ് ജോർജിന്റെയും ആന്റണി രാജുവിന്റെയും പേരുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരുടെ കത്ത് ഒറിജിനൽ രേഖ തന്നെയാണോ ഇത് എന്ന് എനിക്ക് അതേക്കുറിച്ചാണ് സംശയമുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു രേഖ പുറത്തു വരുന്നു. ആ രേഖയ്ക്ക് നമുക്ക് പത്രപ്രവർത്തകർക്കൊക്കെ എവിടെ നിന്ന് രേഖ നമുക്ക് ചോർത്തിയെടുക്കാം. നമ്മൾ തന്നിരിക്കുന്ന ലേഖനം അറിയാം എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. സ്വാഭാവികമായിട്ടും എങ്കിലും എനിക്ക് സംശയമുണ്ട് ഇതിന്റെ ഓതന്റിസിറ്റിയെ കുറിച്ച്. കാരണം അന്ന് ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും CF തോമസും ഒക്കെ കൂടി ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണെങ്കിൽ ആ റിപ്പോർട്ടിലെ പ്രധാന ലക്ഷ്യം ഉമ്മൻചാണ്ടിയായിരുന്നു, രമേശ് ചെന്നിത്തല അല്ല. ഇപ്പോൾ ഞാൻ ചർച്ചകളിൽ കേട്ടത് രമേശ് ചെന്നിത്തലയിൽ ഊന്നിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇതെന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംശയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ജേക്കബ് ജോർജ്, ഇക്കാര്യത്തിൽ ഇപ്പോഴും അടൂർ പ്രകാശും ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് നേതാക്കളെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേരള കോൺഗ്രസ് തന്നെയാണ് ഇത് പുറത്തു വിട്ടിരിക്കുന്നതെങ്കിൽ അവർ ഉന്നം വെച്ചിരിക്കുന്നത് ഗ്രൂപ്പ് നേതാക്കളെ തന്നെയാണ്. അതെ, അതുകൊണ്ടാണല്ലോ, അതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസം. കാരണം KM മാണി കഴിഞ്ഞ UDF നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് കന്റോൺമെന്റ് ഹൗസിലാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അതായത് രമേശ് ചെന്നിത്തല താമസിക്കുന്ന കന്റോൺമെന്റ് ഹൗസിലേക്കാണെങ്കിൽ, കന്റോൺമെന്റ് ഹൗസിലാണെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല എന്നാണ് KM മാണി സൂചിപ്പിച്ചത്. അത് രമേശ് ചെന്നിത്തലയോടുള്ള എതിർപ്പാണ്. പിന്നീട് ഒരു പരാതി പരസ്യമായിട്ട് പറഞ്ഞത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുകയും UDF ചെയർമാൻ ആവുകയും ചെയ്തിട്ട് ഒരു വാക്കുപോലും KM മാണിയോട് ഉരിയാടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയാണ് അദ്ദേഹം ശത്രുത തിരിച്ചുവെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ രമേശ് ചെന്നിത്തലയെ ഊന്നിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ എന്തോ ഒരു തിരിമറിയുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് വാർത്തയോട് പ്രതികരിച്ചതിന്. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തായിരിക്കുന്നത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് എന്നിവർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും മാണിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും പറയുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മാണി UDF വിടാൻ തീരുമാനിച്ചത്. വിവരങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത്. വാർത്തകളിലേക്ക്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിയമനം ലഭിച്ച ഡോക്ടർമാർ എത്താത്തതിനാൽ ആശുപത്രിയുടെയും കോളേജിന്റെയും പ്രവർത്തനം അവതാളത്തിൽ.
34 സീനിയർ ഡോക്ടർമാരെയും 34 ജൂനിയർ ഡോക്ടർമാരെയും നിയമിച്ചെങ്കിലും 5 സീനിയർ ഡോക്ടർമാർ മാത്രമാണ് ആശുപത്രിയിലെത്തിയത്. ആവശ്യപ്പെട്ട ശമ്പളം നൽകിയപ്പോൾ ജോലിഭാരം, മതിയായ താമസ സൗകര്യം, മഞ്ചേരിയിലെത്തുന്നതിനുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞാണ് ഡോക്ടർമാർ വിട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ മാസം 34 സീനിയർ റെസിഡന്റ് ഡോക്ടർമാരെ നിയമിച്ച് ഉത്തരവിറക്കിയെങ്കിലും ആശുപത്രിയിലെത്തിയത് 5 പേർ മാത്രം. ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിച്ചതോടെ 34 ജൂനിയർ ഡോക്ടർമാരെ കൂടി നിയമിച്ച് DME ഉത്തരവിറക്കി. എന്നാൽ ഒരാൾ പോലും ഇതുവരെ ആശുപത്രിയിലെത്തിയില്ല. അത്യാഹിത വിഭാഗത്തിലെ പ്രവർത്തനം പോലും ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഉള്ള ഡോക്ടർമാർക്ക് അധിക ജോലി നൽകിയാണ്. മെഡിക്കൽ കോളേജായിട്ടും കാഷ്വാലിറ്റിയിൽ ഒരേ സമയം 2 ഡോക്ടർമാർ സേവനത്തിനില്ല. ഡിസംബറിന് മുമ്പായി മെഡിക്കൽ കൌൺസിൽ 5ാം വർഷ അംഗീകാരത്തിന് പരിശോധനയ്ക്കെത്തും. അവസാന ഘട്ടത്തിലെ പരിശോധനയായതിനാൽ നിർണായകവും. മഞ്ചേരിയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാവിയോടൊപ്പം ദിനം പ്രതിയെത്തുന്ന ആയിരക്കണക്കിന് രോഗികളുടെ ആരോഗ്യവും ജീവനും കൂടി ആശങ്കയിലാണ്. മഞ്ചേരിയിൽ നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഡോക്ടർമാർ എത്താത്തത് എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം? എന്താണ്? നേരത്തെ തന്നെ മഞ്ചേരി താലൂക്ക് ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയത് മുതൽ ഇത്തരത്തിലുള്ള പരാതിയുണ്ട്. ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാരാരും എത്താറില്ല. പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞ് ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന പതിവാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കാണാനുണ്ടായിരുന്നത്. എന്നാൽ പുതിയ സർക്കാർ വന്നപ്പോൾ ആകർഷകമായ ശമ്പളം ജൂനിയർ ഡോക്ടർമാർക്ക് തന്നെ 80,000 രൂപ വരെ ശമ്പളം കൊടുത്ത് നിയമിച്ചിരുന്നു. എന്നാൽ ഒരാൾ പോലും പോസ്റ്റിംഗ് ഉത്തരവ് നൽകിയ ഒരാൾ പോലും ഇതുവരെ എത്തിയില്ല എന്നാണ് അത്ഭുതം. സീനിയർ റെസിഡന്റ് ഡോക്ടർമാരായി 34 പേരെ നിയമിച്ചതിൽ 5 പേർ മാത്രമാണ് ഇതുവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. ഇതോടെ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ഉൾപ്പെടെ സ്തംഭിച്ച ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മെഡിക്കൽ കോളേജിന്റെ അംഗീകാരത്തിനുള്ള അവസാനഘട്ട പരിശോധനയ്ക്കെത്തും. അതുകൂടി പരാജയപ്പെട്ടാൽ കുട്ടികളുടെ ഭാവിയും ആശങ്കയിലാണ്. ഭാവിയും വലിയ ആശങ്കയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട്. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ധന്യ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിയമനം ലഭിച്ച ഡോക്ടർമാർ എത്താത്തതിനാൽ ആശുപത്രിയുടെയും കോളേജിന്റെയും പ്രവർത്തനം പാതാളത്തിലായി. വിശദാംശങ്ങളാണ് KT സ്വാലിഹ് നൽകിയത്. ഇടവേള. വാർത്തകളിലേക്ക്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമവുമായി സർവകക്ഷി സംഘത്തിന്റെ ജമ്മു കാശ്മീർ സന്ദർശനം തുടരുന്നു. ശ്രീനഗറിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം സംഘം ജമ്മുവിലേക്ക് പോകും. സൈന്യത്തിന്റെ പ്രത്യേക അധികാര നിയമം പിൻവലിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സംസ്ഥാന നേതാക്കൾ ഇന്നലെ നടന്ന ചർച്ചകളിൽ ആവശ്യപ്പെട്ടത്. സന്തോഷ് ചേരുന്നു. സന്തോഷ്, എങ്ങനെ സർവകക്ഷി സംഘത്തിന്റെ കശ്മീർ സന്ദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? മറ്റു വിശദാംശങ്ങൾ. ധന്യ, ജമ്മു കാശ്മീരിൽ സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 30-അംഗ സർവകക്ഷി സംഘം ഇപ്പോൾ ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്നലെ 200-ലധികം പേരുമായാണ് ഈ സർവകക്ഷി സംഘം ചർച്ചയിൽ ഏർപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സംഘടനാ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നവരുമായെല്ലാം ചർച്ച നടത്താമെന്നുള്ള തുറന്ന സമീപനമാണ് സർവകക്ഷി സംഘം സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ചർച്ചകൾ ഇതേ രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ വിഘടനവാദി നേതാക്കളുമായി ഇതുവരെ ചർച്ചയ്ക്കുള്ള സാഹചര്യം ഒത്തുവന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ വിഘടനവാദി നേതാക്കളുമായി ചർച്ച വേണമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വിഘടനവാദികൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്താമെന്ന തുറന്ന സമീപനത്തിലേക്ക് സർവകക്ഷി സംഘം മാറി. ഇതിന്റെ ഭാഗമായി വിഘടനവാദി നേതാക്കളെ, ഹുറിയത്ത് കോൺഫറൻസ് ഉൾപ്പെടെയുള്ള വിഘടനവാദി നേതാക്കളെ ചർച്ചയ്ക്കായി ക്ഷണിക്കുകയും ചെയ്തു. ഹുറിയത്ത് നേതാവ് ഗിലാനി ഉൾപ്പെടെയുള്ളവരെ ചർച്ചയ്ക്ക് എത്തണമെന്ന്, സർവകക്ഷി സംഘവുമായുള്ള ചർച്ചയ്ക്ക് എത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ചർച്ചയ്ക്കായി ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ ഈ വിഘടനവാദി സംഘടനാ നേതാക്കൾ എല്ലാം തന്നെയും സർവകക്ഷി സംഘവുമായി ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണുള്ളത്. കാശ്മീരിന് സ്വാതന്ത്ര്യം വേണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇത്തരത്തിലുള്ള സർവകക്ഷി സംഘം വന്നതിനെ അംഗീകരിക്കുന്നില്ല, ഈ സർവകക്ഷി സംഘവുമായി ചർച്ചയ്ക്കില്ല, അത്തരത്തിലുള്ള ഒരു നിലപാടാണ് വിഘടനവാദി സംഘടനകൾ സ്വീകരിക്കുന്നത്. അത്തരത്തിൽ സർവകക്ഷി സംഘവുമായുള്ള ചർച്ച നടത്താനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ഈ സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെട്ട CPM ജനറൽ സെക്രട്ടറി സീതാറാം
യെച്ചൂരിയും CPI നേതാവ് D രാജയും JDU നേതാവ് ശരത് യാദവ് ഉൾപ്പെടെയുള്ള 3 പേർ വിഘടനവാദി നേതാക്കളെ കാണാനുള്ള ഒരു ശ്രമം നടത്തി. ഗിലാനിയെ കണ്ട് ചർച്ചയ്ക്ക് ക്ഷണിക്കാനുള്ള ഒരു ശ്രമം നടത്തി. എന്നാൽ ഗിലാനി ഇവരെ കൂടിക്കാഴ്ചയ്ക്ക് പോലും സമ്മതിച്ചില്ല. അതേസമയം മറ്റ് വിഘടനവാദി നേതാക്കളെ കൂടി അല്പസമയം കാണാൻ സമയം ലഭിച്ചെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് വിഘടനവാദി നേതാക്കൾ വ്യക്തമാക്കുന്ന കാര്യം. ഈ സാഹചര്യത്തിൽ വിഘടനവാദികളുമായുള്ള ചർച്ച ഏതായാലും നടക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. ഇന്നും ശ്രീനഗറിൽ ഉച്ചവരെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വിവിധ സംഘടനാ നേതാക്കളുമായുള്ള ചർച്ച തന്നെയാണ് ഈ സർവകക്ഷി സംഘത്തിന്റെ ഇന്നത്തെ പരിപാടികൾ. ഉച്ചയ്ക്ക് ശേഷം സർവകക്ഷി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിക്കും. ഏതായാലും ജമ്മുവിൽ വെച്ച് സർവകക്ഷി സംഘം യോഗം ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ദില്ലിയിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും യോഗം. ഈ സന്ദർശനത്തിന്റെ ഫലങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വിലയിരുത്തലുണ്ടാകും. അതോടൊപ്പം തന്നെ എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഈ സർവകക്ഷി സംഘം തീരുമാനമെടുക്കും. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മാധ്യമങ്ങളെ കണ്ട് ഈ 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ദൗത്യത്തിന്റെ വിജയം എത്രത്തോളമായിരുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കുകയും ചെയ്യും. ധന്യ. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്നാൽ സമാധാന ശ്രമങ്ങൾക്കായെത്തിയ സർവകക്ഷി സംഘത്തിന്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം വിഘടനവാദികൾ നിരസിച്ചു. സർവകക്ഷി സംഘത്തിലുള്ള സീതാറാം യെച്ചൂരി, D രാജ, ശരത് യാദവ് എന്നിവർ വിഘടനവാദി നേതാക്കളെ കണ്ടെങ്കിലും അവർ ചർച്ചയ്ക്ക് തയ്യാറായില്ല. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി, മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. സന്ദർശനത്തിന് മുന്നോടിയായി ശ്രീനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കർഫ്യൂ പിൻവലിച്ചിരുന്നു. ഹുറിയത്ത് കോൺഫറൻസ് ഉൾപ്പെടെയുള്ള വിഘടനവാദികളുമായും ചർച്ച നടത്താമെന്ന നിലപാടാണ് സർവകക്ഷി സംഘത്തിനുള്ളത്. സർവകക്ഷി സംഘവുമായി ചർച്ചയ്ക്കുള്ള മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ ക്ഷണം വിഘടനവാദി നേതാക്കൾ തള്ളി. സംഘത്തിലുള്ള സീതാറാം യെച്ചൂരി, D രാജ, ശരത് യാദവ് എന്നിവർ വീട്ടുതടങ്കലിലുള്ള ഹുറിയത്ത് നേതാവ് സയ്യിദ് അലി ഷാ ഗിലാനി, പോലീസ് കസ്റ്റഡിയിലുള്ള യാസിൻ മാലിക് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഇവർ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് അറിയിച്ചതായി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. The Hurriyat apparently had decided in a meeting of theirs that they will not conduct any talks with the Indian parliamentarians who come here in this purpose. ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ഷാ ഗിലാനി, മിർവൈസ് ഉമർ ഫറൂഖ്, യാസിൻ മാലിക് തുടങ്ങിയ വിഘടനവാദി നേതാക്കൾ. അതേസമയം സർവകക്ഷി സംഘം താഴ്വരയിലെത്തിയതിനു പിന്നാലെ ഷോപ്പിയാനിൽ സംഘർഷമുണ്ടായി. ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് പ്രതിഷേധക്കാർ തീവച്ചു. സംഘർഷത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദേശീയ അധ്യാപക ദിന ആഘോഷവും സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. അട്ടക്കുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ജീവിതശൈലി എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകും. മദ്യലഹരിയിൽ ഗൃഹനാഥൻ ഭാര്യയെയും മകനെയും വെട്ടിക്കൊന്നു. മൂവാറ്റുപുഴയ്ക്ക് സമീപം കല്ലൂർക്കാട് ഏനാനെല്ലൂർ കോളനിയിലാണ് സംഭവം. കല്ലൂർക്കാട് കോട്ടയ്ക്ക് പുറത്ത് വിശ്വനാണ് ഭാര്യയായ ഷീല, മക്കളായ വിപിൻ, വിഷ്ണു എന്നിവരെ മദ്യലഹരിയിൽ ആക്രമിച്ചത്. ഇതിൽ ഭാര്യ ഷീല, മകൻ വിപിൻ എന്നിവരാണ് മരിച്ചത്. ആനപ്പാപ്പനായ വിശ്വൻ മദ്യപിച്ച് വീട്ടിൽ വരികയും വഴക്കുണ്ടാക്കുകയും പതിവായിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം. സന്ധ്യയോടെയായിരുന്നു സംഭവം. വിവരമറിഞ്ഞെത്തിയവർ വെട്ടേറ്റവരെ ആശുപത്രിയിലെത്തിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിഷ്ണു വയറിൽ ആഴത്തിലുള്ള മുറിവുമായി ഗുരുതരാവസ്ഥയിലാണ്. അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും വോട്ടവകാശം നിഷേധിച്ച് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ മുഗൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കും റിട്ടേണിംഗ് ഓഫീസർക്കുമെതിരെ അംഗങ്ങൾ സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. 2242 അംഗങ്ങളുള്ള ഈ ബാങ്കിൽ ഇപ്പോൾ വോട്ടവകാശമുള്ളത് 140 പേർക്ക് മാത്രമാണ്. 2014 സഹകരണ ചട്ടം 35 ഭേദഗതി പ്രകാരം 2 വർഷം തുടർച്ചയായി ഒരു സഹകരണ സംഘം നൽകുന്ന സേവനം വിനിയോഗിക്കുന്ന വോട്ടർമാർക്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭിക്കണം. ഈ നിയമമനുസരിച്ച് കാസർഗോഡ് മുഗൂർ സർവീസ് സഹകരണ ബാങ്കിലെ 2400-ലേറെ വരുന്ന വോട്ടർമാരിൽ 2300 പേർക്കും വോട്ടവകാശം ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് 140 വോട്ടർമാർ മാത്രം. ഇത് സംബന്ധിച്ച പരാതിയിൽ സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം അംഗങ്ങൾക്കും വോട്ടവകാശം നിഷേധിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് നിയമവിരുദ്ധമെന്ന നിലപാടിലാണ് വോട്ടർമാർ. 2242 പേര് പ്രാഥമിക വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു 350 ആളും
അവർക്ക് ആക്റ്റീവ് അല്ലാന്ന് പറഞ്ഞ ഒഴിവാക്കി. ആ ഒഴിവാക്കിയതിലും ആക്റ്റീവായ മെമ്പർമാരുള്ളത് കാരണം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രൽ ഓഫീസർ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് പരിശോധന നടത്തുകയും പരിശോധന ഞങ്ങളുടെ പരാതിക്ക് അടിസ്ഥാനമുണ്ട് ഇലക്ട്രൽ ഓഫീസറും ബോധ്യപ്പെട്ടു. പക്ഷേ ഈ 140 വോട്ട് ലിസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ഇലക്ഷൻ നടത്താൻ ഭരണസമിതി തയ്യാറായെങ്കിൽ ഇലക്ഷന്റെ ദിവസം ഞങ്ങൾ ഈ വോട്ട് നഷ്ടപ്പെട്ട മുഴുവൻ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ സത്യാഗ്രഹിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ സഹകരണ ചട്ടങ്ങൾ പാലിച്ചു തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന നിലപാടിലാണ് ബാങ്ക് അധികൃതർ. നമുക്ക് നേരത്തെ നീതി നടപ്പാക്കാൻ വേണ്ടി നമ്മൾ വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ മുകളിൽ കംപ്ലൈൻറ്റ് പോയി. ആ കംപ്ലൈൻറ്റ് അടിസ്ഥാനം അവർ വന്നിട്ട് അന്വേഷിച്ചു. യഥാർത്ഥ വോട്ടർമാർക്ക് ഇത്ര ആൾക്കാരെ വോട്ട് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രൽ ഓഫീസ് കാണിച്ചു കൊടുത്തു. ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇലക്ഷൻ കമ്മീഷന്റേതാകും. BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കാണ് ഇപ്പോൾ മുഗു സഹകരണ ബാങ്കിന്റെ ഭരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓഫീസ് സമയത്ത് ഓണാഘോഷം പാടില്ലെന്ന സർക്കാർ നിർദ്ദേശം പാലിച്ച സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കാകെ മാതൃകയായി ഇടുക്കി അടിമാലി പോലീസിന്റെ ഓണാഘോഷം. അടിമാലി ജനമൈത്രി പോലീസ് ക്യാന്റീന്റെ വാർഷികവും ഓണാഘോഷവുമാണ് അശരണർക്ക് സഹായമെത്തിച്ചും ഓണസദ്യ നൽകിയും ആഘോഷിച്ചത്. ക്യാന്റീൻ ആരംഭിച്ച് 2 വർഷത്തിനിടെ 14 ലക്ഷം രൂപയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഇവർ ചെലവഴിച്ചത്. വിലക്കുറവിനൊപ്പം നാടൻ രുചിഭേദത്തിന്റെ സ്വാദ് ജനങ്ങൾക്ക് നൽകുന്ന അടിമാലി ജനമൈത്രി പോലീസ് ക്യാന്റീനാണ് സംസ്ഥാന പോലീസ് സേനയ്ക്ക് തന്നെ എന്നും അഭിമാനിക്കാൻ വക നൽകുന്ന ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓഫീസ് സമയത്ത് ഓണാഘോഷം പാടില്ലെന്ന സർക്കാർ നിർദ്ദേശം പാലിച്ചാണ് ഞായറാഴ്ച ദിനം അഗതികൾക്കൊപ്പം ഓണമാഘോഷിക്കാൻ ഇവർ തീരുമാനിച്ചത്. ഒപ്പം ചെങ്കുളം ലിറ്റിൽ ഫ്ലവർ മേഴ്സി ഹോമിലെ മുഴുവൻ അന്തേവാസികൾക്കും പോലീസിന്റെ വക ഓണസദ്യയും രോഗശയ്യയിലായ ഇവർക്ക് സഹായവും നൽകി. നാട്ടുകാരിൽ ദുരിതം പേറുന്ന 200-ലധികം പേർക്ക് ഓണക്കിറ്റ് എത്തിക്കാനും ഇവർ മറന്നില്ല. കഴിഞ്ഞ 2 വർഷമായി ജനമൈത്രി എന്ന വാക്കിന്റെ അർത്ഥം വിളിച്ചറിയിക്കുമാറ് 14 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയത്. ധാരാളം ആൾക്കാർക്ക് ചികിത്സാ സഹായങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്, തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യുന്നുണ്ട്, വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്നുണ്ട്, കൂടാതെ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഞങ്ങൾക്ക് പ്രചോദനം തരുന്നത് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ, സഹപ്രവർത്തകർ, മേലുദ്യോഗസ്ഥരുടെ അകമഴിഞ്ഞായ പിന്തുണ ഈ ക്യാൻറ്റീൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. 100 പേർ ചേർന്ന് മൂലധനം സ്വരൂപിച്ച് ആരംഭിച്ച ക്യാൻറ്റീൻ ഇന്ന് അടിമാലിക്കാർക്കും പ്രിയപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കാൻ വളരെ വിഷമിക്കുന്ന വലിയ വില വരുമ്പോൾ അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഹോട്ടലിൽ കയറി കഴിക്കാൻ വരുന്ന അമിത വില ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ക്യാൻറ്റീനിൽ വരുന്നവരെ സംബന്ധിച്ച് 20 രൂപയും കൊണ്ട് വന്നാൽ പോലും അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ കഴിഞ്ഞുള്ള ഏറെ അഭിമാനകരമാണ്. വ്യത്യസ്ത രീതിയിൽ ആഘോഷം സംഘടിപ്പിക്കാനുള്ള ഇവരുടെ തീരുമാനത്തിന് മേലധികാരികളിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചത്. ആഘോഷ പരിപാടികൾ ജില്ലാ പോലീസ് മേധാവി AV ജോർജ് ഉദ്ഘാടനം ചെയ്തപ്പോൾ മൂന്നാർ ASP മെറിൻ ജോസഫ് അടക്കമുള്ളവർ വിളമ്പുകാരുടെ റോളും നന്നായി കൈകാര്യം ചെയ്തു. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. ഓണക്കാലം പരസ്യചിത്രങ്ങളിലെ മോഡലുകൾക്കും കൊയ്ത്തുകാലമാണ്. മുംബൈയിൽ നിന്നും ദില്ലിയിൽ നിന്നും സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും കുത്തൊഴുക്കാണ് കേരളത്തിലേക്ക്. റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഫോട്ടോഷൂട്ടുകൾ അധികവും നടക്കുന്നത്. സംസ്ഥാനത്തെ മിക്ക റിസോർട്ടുകളിലും പരസ്യചിത്രങ്ങൾക്കായുള്ള ഫോട്ടോഷൂട്ടുകളുടെ തിരക്കാണ്. ഓണത്തോടടുത്തുള്ള ദിവസങ്ങളിൽ പുതിയ മോഡലിന് വെച്ച പുത്തൻ പരസ്യവുമായി ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കച്ചവടക്കാരും മത്സരിക്കുന്നു. മുംബൈയിൽ നിന്നും ദില്ലിയിൽ നിന്നുള്ള മോഡലുകളാണ് ടെക്സ്റ്റൈൽ ഷോപ്പുകളും ജ്വല്ലറികളും മുതൽ വാർഷിക പതിപ്പുകളുടെ കവറിൽ വരെ നിറയുന്നത്. ഹൈഡ് ആൻഡ് സീക്കിൽ അഭിനയിച്ച നടാഷ ദോഷി, ജ്യോതി കൃഷ്ണ, പ്രയാഗ റോസ് മാർട്ടിൻ, സാമർത്ഥ്യ മാധവൻ തുടങ്ങിയ സുന്ദരികളെല്ലാം പരസ്യങ്ങളിൽ നിറയുന്നു. ഫസ്റ്റ്ലി എല്ലാവർക്കും ഓണം ആശംസകൾ. ഞാൻ നിങ്ങളുടെ നതാഷ ആൻഡ് ഈവൻ ഐ എം ഹിയർ ഓണം ഡേ സ്പെഷ്യൽ ഒക്കേഷൻ ആൻഡ് ഓണം ഡേ സ്പെഷ്യൽ ഫെസ്റ്റിവലിന് വേണ്ടി സരീന നെയിംഡ് ഒരു ബുട്ടീക്കിന് വേണ്ടി ഫോട്ടോഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പം കേരളയിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ബി ഹിയർ. പരസ്യചിത്രങ്ങളുടെ ഫോട്ടോഗ്രാഫർമാർക്കും ഓണക്കാലം കൊയ്ത്തുകാലമാണ്. 30,000 മുതൽ 3 ലക്ഷം വരെയാണ് പ്രതിദിനം മോഡലുകളുടെ പ്രതിഫലം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൂരങ്ങളുടെ നാടായ തൃശൂരിൽ ഓണത്തിന്റെ വരവ് അറിയിച്ച് ഇക്കുറിയും ഭീമൻ പൂക്കളം ഒരുങ്ങി. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ സായാഹ്ന കൂട്ടായ്മയ്ക്കും ടൂറിസം വകുപ്പും സംയുക്തമായാണ് അത്തം ദിനത്തിൽ പൂക്കളമൊരുക്കിയത്.
തൃശൂർ പൂരം കഴിഞ്ഞാൽ പൂരപ്രേമികൾക്ക് ഏറ്റവും ആവേശം പകരുന്ന ഓണക്കാലത്തിന്റെ വരവറിയിച്ചാണ് വടക്കനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ വമ്പൻ പൂക്കളമൊരുങ്ങിയത്. സായാഹ്ന കൂട്ടായ്മയുടെയും ടൂറിസം വകുപ്പിന്റെയും സഹകരണത്തിലാണ് 9ാം വർഷവും പൂക്കളം തീർത്തത്. 58 അടി വ്യാസം വരുന്ന പൂക്കളമൊരുക്കാൻ 1000 കിലോ പൂക്കളാണ് ഉപയോഗിച്ചത്. 380 പേരുടെ ശ്രമഫലമായാണ് പൂക്കളം തീർത്തത്. 8 വർഷവും ഇട്ട് കഴിഞ്ഞു. ഇത് 9ാമത്തെ വർഷമാണ്. ഇതൊരു മത സൗഹാർദ്ദത്തിന് വേണ്ടി ആണ് ഞങ്ങൾ ഈ കൂട്ടായ്മ കൊണ്ടു നടക്കുന്നത്. കുമ്മാട്ടിയും പുലികളിയും നിറഞ്ഞാടുന്ന നഗരവീഥിയിൽ നാലോണം നാൾ വരെ ഇനി ആഘോഷ പൊലിമയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രവൃത്തി ദിവസത്തിലെ ഓണാഘോഷം ഒഴിവാക്കി അവധി ദിനത്തിൽ ഓണം ആഘോഷിച്ച് സർക്കാർ ജീവനക്കാർ. തിരുവനന്തപുരം താലൂക്ക് ഓഫീസിലെയും സിവിൽ സപ്ലൈസ് ഡയറക്ടറേറ്റിലെയും ജീവനക്കാരാണ് ഓണാഘോഷം ഞായറാഴ്ചയാക്കിയത്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ ജോലി സമയത്തെ ഓണാഘോഷം ഒഴിവാക്കിയത്. അവധി ദിനത്തിൽ ആളൊഴിഞ്ഞ തിരുവനന്തപുരം താലൂക്ക് ഓഫീസിൽ അവർ ഒത്തുകൂടി. ജോലിയെ ബാധിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഓണം ആഘോഷിക്കാനായി പൂക്കളമൊരുക്കിയും ഊഞ്ഞാലാടിയും താലൂക്ക് ഓഫീസ് ജീവനക്കാർ ഓണാഘോഷത്തിൽ മുഴുകി. ജോലി സമയത്തെ ഓണാഘോഷം ഒഴിവാക്കാൻ തങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്ന് തഹസിൽദാർ KR മണികണ്ഠൻ. നമ്മുടെ സർക്കാർ തീരുമാനത്തിന് മുമ്പ് തന്നെ അവധി ദിവസം മാത്രമേ ഓണം ആഘോഷിക്കാവൂ എന്ന് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഞായറാഴ്ച ഇവിടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പബ്ലിക് ഓഫീസിൽ പ്രവർത്തിക്കുന്ന സിവിൽ സപ്ലൈസ് ഡയറക്ടറേറ്റ് ജീവനക്കാരും അവധി ദിനത്തിലാക്കി ഓണാഘോഷം. പരിപാടി സിവിൽ സപ്ലൈസ് ഡയറക്ടർ PK ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രവൃത്തി സമയം എന്നുള്ളത് പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ളതാണ്. ആ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞായറാഴ്ച ഓണാഘോഷ പരിപാടികൾക്കായി ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പ്രവൃത്തി സമയത്തെ ഓണാഘോഷം ഒഴിവാക്കണമെന്ന് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ മാസം ഓണാവധിയടക്കം ഒട്ടേറെ അവധി ദിനങ്ങളുള്ള സാഹചര്യത്തിലായിരുന്നു ഇത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെ മാണിയെയും കെ ബാബുവിനെയും ന്യായീകരിച്ച് ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിൽ പൊതുപ്രവർത്തകരെ അപമാനിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്ന് ഉമ്മൻചാണ്ടി. ബാബുവിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് സർക്കാരിന് തിരിച്ചടിയാകും. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സർക്കാരിന്റെ നീക്കത്തെ നിയമപരമായി നേരിടും. അന്വേഷണത്തിലൂടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിട്ടും മാണിയെ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു.